നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ അമ്മ, എന്താ ഒരു ആലോചന? നീ വന്നോ? നീ എവിടെ പോയതാ? ആ പിശാശിന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച് ആഘോഷിച്ചോണ്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. സമയവും ഇല്ലായിരുന്നു. അല്ല, നീ ആ പാവ എന്റെ കൈ കൊണ്ടു തന്നിട്ട് എങ്ങനെയും മാളൂന് കൊടുക്കാനും പറഞ്ഞ് നീ നിന്റെ പാട്ടിന് പോയി. ഞാനതെങ്ങനെ കൊടുക്കും? നീ തന്നെ പറ. അപ്പൊ കൊടുത്തില്ലേ അമ്മ? കൊടുത്തു, പക്ഷെ അത് ഞാൻ കൊടുത്താ വാങ്ങില്ലല്ലോ. ഇന്നെങ്ങനെ കൊടുത്തു? രാജിയുടെ കയ്യിൽ കൊടുത്ത് കൊടുപ്പിക്കാവെന്ന് വെച്ച് നോക്കിയപ്പോ രാജിയെ കാണാനില്ല. രാഹുലിനോടൊരു നമ്പർ ഇറക്കി നോക്കി, അവനും കൊടുത്തില്ല. വാങ്ങിയവര് തന്നെ കൊടുത്താ മതി എന്ന് പറഞ്ഞ് അവൻ പോയി. പിന്നെ ഞാൻ തന്നെ കൊണ്ടു കൊടുത്തു. എന്നിട്ട് എന്തായി? എന്നിട്ട് എന്തായിന്നൊക്കെ പറയാം. ആദ്യം നീ പ്രേതം പിടിച്ച പാവ എന്റെ കൈ തന്നിട്ട് എങ്ങോട്ടാ മുങ്ങിയെന്ന് പറ. എന്റെ ഒരു ഫ്രണ്ട് ഇന്നലെ UK നാട്ടിൽ വന്നു. അവള് ഒന്ന് കാണാൻ വേണ്ടി പോയതാ. ഇവിടെ ഇപ്പൊ നിന്നിട്ട് എന്തിനാ? ആ പിശാചിന് ഹാപ്പി ബർത്ത്ഡേയും പാടിക്കൊടുത്ത് കേക്കും കട്ടിയിപ്പിച്ച് ഇവിടെ നിക്കായിരുന്നു. അല്ലാതെ ഇപ്പൊ എന്താ? ആ മന്ത്രവാദിനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുട്ടിച്ചാത്തനുണ്ട്, ഭൂതമുണ്ട്, തേങ്ങാക്കൊല്ലുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്റെ കയ്യില് ഒരു പാവയും തന്നു വിട്ടു. ഇതൊക്കെ കണ്ടു മടുത്ത് മനസ്സ് മരവിച്ചിട്ടാ ഈ വീട്ടിൽ പോലും എനിക്ക് നിക്കാൻ തോന്നാത്ത. മോളെ, എന്നാ ഇതങ്ങനെയല്ല. ഞാൻ ആ പാവയും കൊടുത്ത് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷും ചെയ്ത് ഒരു പീസ് കേക്കും തിന്നുകൊണ്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് പൂജാമുറിയിൽ ശബ്ദം കേട്ടു. ഞങ്ങൾ ഓടി അവിടെ ചെന്നപ്പോ പൂജാമുറിയിലെ വിളക്ക് മറിഞ്ഞു വീണ് തുണിയിൽ തീ പിടിച്ചു കിടക്കുന്നു. രാഹുലും മഹിയും കൂടി തീ അണച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് നോക്കുമ്പോ മോളെ, ആ കാഴ്ചയൊന്ന് കാണണമായിരുന്നു. ദേ കിടക്കുന്ന ബർത്ത്ഡേ ഗേളും മാളു താഴെ, കുറച്ചപ്പുറത്തായിട്ട് പാവേ. ഉടനെ അവരെല്ലാം കൂടി കൊച്ചിനെടുത്ത് ഓടടാ ഓട്ടം. എങ്ങോട്ട്? ഹോസ്പിറ്റലിലേക്ക്. നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ അതിനകത്തെ ദുരാത്മാവ് ആ കൊച്ചിന്റെ ദേഹത്ത് കയറിക്കഴിഞ്ഞാ ആ പാവ കത്തിച്ചു കളഞ്ഞേക്കണമെന്ന്? അതെ. ഞാൻ അപ്പൊ തന്നെ അത് ബാക്കിൽ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞു. അത് കത്തിച്ചോ? അപ്പൊ അതിലുള്ള ദുരാത്മാവ് കൊച്ചിന്റെ ദേഹത്ത് കയറിയല്ലേ? കയറി. പക്ഷേ എന്താ ഒരു പക്ഷേ? ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്ന ശേഷം ഒരനക്കവും ഇല്ല. ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നതായിട്ട് പോലും അറിയാൻ പറ്റുന്നില്ല. ഇനി ഹോസ്പിറ്റലിൽ പോയപ്പോ ആത്മാവ് ഇറങ്ങിപ്പോയോ? അങ്ങനെ ഇറങ്ങിപ്പോവാനൊന്നും പറ്റില്ല അമ്മ. സത്യം പറയാലോ, ആ മന്ത്രവാദിനിയോടുള്ള എന്റെ വിശ്വാസം ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുമായിരുന്നു. പക്ഷേ ഇല്ല, ഇനി അവരെ ഞാൻ അവിശ്വസിക്കില്ല. ആ പാവ കത്തിച്ചു കളഞ്ഞതുകൊണ്ട് ഇനി ഒരിക്കലും ആ ആത്മാവ് മാളുവിന്റെ ശരീരം വിട്ടു പോവില്ല. ഇനി ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോണമെങ്കിൽ മാളു മരിക്കണം. ആര് മരിക്കുന്ന കാര്യമാ? മാളു. ശരിയല്ലെന്നറിയാം, പക്ഷേ അതൊരു വിഷവിത്ത. അത് പടർന്നു പന്തലിച്ച നമ്മളെല്ലാം വിഴുങ്ങിക്കളയും. ആന്റി, ഇന്ന് നമ്മൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു പാവ കൊടുത്തിരുന്നു. സംഭവങ്ങളെല്ലാം ഹൈമോദി പറഞ്ഞു. എല്ലാം കറക്റ്റായിട്ടൊന്ന് നടന്നാ മതിയായിരുന്നു. ഒരു കല്ലിളകിയാ മതി, ഏത് വലിയ കൊട്ടാരവും വീഴാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല. ആന്റി നോക്കിക്കോ, അവരുടെ അടിത്തറ ഇളകി കഴിഞ്ഞു. ഇനി അവരുടെ നാശത്തിന്റെ തുടക്കമാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.